അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീക്രട്ടിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയിൽ എന്ന് പറയുന്നത് നമ്മുടെ സത്യഭാമ എല്ലാ കാര്യങ്ങളും അറിയുകയാണ്. കാരണം താൻ ഇത്രയും നാളും ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഡോക്ടർ വായിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സത്യഭാമ മനസ്സിലാക്കുകയാണ്. സത്യഭാമയ്ക്ക് അപ്പോൾ പശ്ചാത്താപം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിപ്പോയി. കാരണം എങ്ങനെ ശാലിനിയുടെ മുഖത്തേക്ക് പോയി, ഇത്രയും നാളും ഞാൻ ശാലിനിയെ കുറ്റപ്പെടുത്തിയല്ലോ, ആ കുഞ്ഞിനെ പോലും ഒരു നോക്ക് കണ്ടില്ലല്ലോ, ആ കുഞ്ഞിനെ സ്നേഹിച്ചില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ സത്യഭാമയുടെ മനസ്സിലേക്ക് ഇങ്ങനെ മിന്നിമറഞ്ഞു പോവുകയാണ്. അപ്പോൾ സത്യഭാമ വേറൊന്നും നോക്കിയില്ല. പിന്നീട് സത്യഭാമ നേരെ പോകുന്നത് നമ്മുടെ സ്കൂളിലേക്കാണ്. സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മുടെ സത്യയും പപ്പിയും അവിടെ നിൽക്കുന്നത് കാണുന്നു. അപ്പോൾ കുട്ടികളും വിചാരിക്കുക എന്തിനാണ് സത്യഭാമ ഇങ്ങോട്ട് വന്നത് എന്നുള്ള രീതിയിലൊക്കെ നിൽക്കും. അങ്ങനെ ആ ബെഞ്ചിലിരിക്കുമ്പോൾ കുട്ടികൾ ഓടി വരും. കുട്ടികൾ ഓടി വന്നപ്പോൾ സത്യയുടെ മുഖത്തു നിന്ന് തന്നെ കണ്ണെടുക്കാതെ നമ്മുടെ സത്യഭാമ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറച്ചു നേരം നിന്നതിന് ശേഷം രണ്ട് കുട്ടികളെയും ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾ നമ്മുടെ സത്യക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണ് സത്യഭാമയ്ക്ക് പറ്റിയെന്ന്. കാരണം പിന്നീട് കുഞ്ഞുങ്ങളെ സ്നേഹിച്ചും വർത്താനം പറഞ്ഞൊക്കെ അവർ സമയം സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ശാലിനിയും വിഷ്ണുവൊന്നും അറിയുന്നില്ല. ഇതേ സമയത്ത് നമ്മുടെ ശാലിനിയും വിഷ്ണുവും ഓഫീസിലോ ഉച്ച സമയത്ത് ഇങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പം നമ്മുടെ ശാലിനി വിഷ്ണുവിനും നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ വിഷ്ണു നമ്മുടെ ശാലിനിക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മറ്റേ ജോൺ അബ്രഹാം ഉണ്ടല്ലോ, അയാൾ വീഡിയോ എടുക്കുകയാണ് ഇതെല്ലാം. കാരണം ശാലിനിക്കെതിരെ ഒരു കരം ഉണ്ടാക്കുക എന്നുള്ളത് അയാളുടെ ഒരു തന്ത്രമാണല്ലോ. കാരണം ഓഫീസിൽ ഇങ്ങനെയൊക്കെയാണെന്ന് വരുത്തി തീർക്കുക, ശാലിനിയെ ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് അയാളുടെ ആഗ്രഹം. അതൊക്കെ അയാളുടെയും ചന്ദ്രബോസിൻ്റെ ആഗ്രഹങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ ഈ വീഡിയോസൊക്കെ എടുക്കുകയാണ്. എടുത്തിട്ട് അത് അവർക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധമായിട്ടാണ് അയാളത് കൊണ്ടു നടക്കുന്നത്. പിന്നെ അതുപോലെ പിന്നീട് മുമ്പോട്ടാണെങ്കിലും സത്യഭാമ എല്ലാ സത്യങ്ങളും അറിഞ്ഞെന്ന് ശാലിനിക്ക് മനസ്സിലാവും. അങ്ങനെ ശാലിനിയോട് കൂടുതൽ സ്നേഹിക്കാനും ശാലിനിയെ സ്വന്തം മരുമകളായി കാണാനും ഒക്കെ സത്യഭാമയ്ക്ക് കഴിയുന്ന രീതിയിലേക്കാണ് എപ്പിസോഡുകൾ പോകുന്നത്. ഇനിയിപ്പം മിക്കവാറും ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ആ വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും വരും എപ്പിസോഡുകളിൽ ഉണ്ടാവുക. അപ്പം എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.